ويروى أنه كان يعمل القفة من الخوص وهو على المنبر. രാജസിംഹാസനത്തിലിരിക്കുമ്പോൾ തന്നെ, സിംഹാസനത്തിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ തിരക്കുകൾക്കിടയിൽ ഈത്തപ്പനയുടെ മട്ടൽ അല്ലെങ്കിൽ നഖൽ, ഈത്തപ്പനയുടെ മട്ടൽ എടുത്തിട്ട് അത് മെടഞ്ഞ് അത് ഒരു ഭാഗത്ത്, അതായത് സിംഹാസനത്തിൻ്റെ സമീപത്ത് തന്നെ അത് മെടയുന്ന പണിയെടുക്കുമായിരുന്നു. തുമ്മ യുർസുലു ബിഹ ഫയബീഉഹ വയഅകുലു ബിസമനിഹ. എന്നിട്ട് ആ മടഞ്ഞ മട്ടലുകൾ അത് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി കൽപ്പിക്കും. ആ വിറ്റ് കൊണ്ടുവന്ന പൈസ കൊണ്ട്, ആ പണം കൊണ്ടാണ് വീട്ടിൽ ചെലവ് നടത്തിയിരുന്നത്. വയുറുവാൻ ബിനിഹി സുലൈമാൻ അലൈഹിസ്സലാം കദാലിക, ഇതുതന്നെ സുലൈമാൻ നബിയും ചെയ്തിരുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. സഈദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ മക്കാസിബി അഫ്ളലു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല ജോലി ഏതാണ്? അവിടുന്ന് പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന തൊഴിൽ, അതാണ് ഏറ്റവും നല്ല തൊഴിൽ. കുല്ലു ബൈഇൻ മബ്റൂർ, പിന്നെ മബ്റൂറായ കച്ചവടങ്ങളും നല്ലതാണ്. മബ്റൂറായ കച്ചവടം എന്നാൽ എന്താണ്? ഖാല അബൂ ഉബൈദത്ത, അവിടുന്ന് പറയുന്നു, മബ്റൂർ എന്നാൽ ലാ യുഖാലിതുഹു കദിബുൻ, കളവ് പറഞ്ഞ് നടത്താത്ത കച്ചവടം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും പറയും ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മരുന്നടിച്ച്, ഹാനികരമായ മരുന്നുകൾ ഉപയോഗിച്ച് നിലനിർത്തിയ മത്സ്യങ്ങൾ, അതുപോലെയുള്ള കച്ചവട വസ്തുക്കൾ മുഴുവൻ മാലിന്യങ്ങളാണ്. ഇങ്ങനെ മാലിന്യങ്ങൾ നടത്തി ഫ്രഷാണ് എന്ന് പറഞ്ഞ് കളവ് നടത്തി വിൽക്കുന്നത്, ഇനി ലാ യുഖാലിതുഹു കദിബൻ, അങ്ങനെ കളവ് നടത്താത്ത കച്ചവടം, അതിനാണ് മബ്റൂർ എന്ന് പറയുക. വലാ ശൈഉം മിനൽ മഅ്സമി, അതുപോലെ ഹറാമായ തെറ്റോ കുറ്റങ്ങളോ ചെയ്തെടുത്തതല്ലാത്ത വസ്തുക്കളുടെ വിൽപ്പന, അതിനാണ് മബ്റൂറായ കച്ചവടം. ലാ ശുബ്ഹത വലാ ഖിയാനത വലാ ഖദിയാത, പറഞ്ഞു പറ്റിച്ചോ അല്ലെങ്കിൽ ചതിയ നടത്തിയോ അല്ലെങ്കിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയോ ഉള്ള ഒരു കച്ചവടവുമല്ല. ഇതൊന്നുമില്ലാത്ത പരമപരിശുദ്ധമായ സംശുദ്ധമായ രൂപത്തിലുള്ള കച്ചവടം, അതിനാണ് മബ്റൂറായ കച്ചവടം എന്ന് പറയും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അത്യബ മാ അകല റജുലു മിൻ കസ്ബിഹി, ഒരാൾ കഴിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് സ്വന്തമായി അധ്വാനിച്ച് തിന്നുന്നതാണ്. ഇന്ന വലദഹു മിൻ കസ്ബിഹി, മകൻ അധ്വാനിച്ച് കൊണ്ടുവന്നത് നാം കഴിക്കുന്നതും നമ്മുടെ അധ്വാനം തന്നെയാണ് കേട്ടോ എന്ന് മുത്തുനബി പറയുന്നത് കാണാം. അപ്പം മക്കൾ നമ്മുടെ അധ്വാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ അധ്വാനിച്ചു കൊണ്ടുവന്നതിൽ നിന്ന് നാം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു വെറുപ്പും മക്കളും വിചാരിക്കേണ്ട, മാതാപിതാക്കളും വിചാരിക്കേണ്ടതില്ല. അത് നമ്മുടെ അധ്വാനങ്ങളാണ് അവർ. അപ്പോൾ അവരുടെ അധ്വാനവും അവരുടെ സമ്പാദ്യം നമ്മുടെയും സമ്പാദ്യമാണ്. നമ്മുടെ അധ്വാനമാണ് മക്കൾ, അപ്പോൾ അവരുടെ സമ്പാദ്യം നമ്മുടെയും സമ്പാദ്യമാണ് എന്ന് മുത്തുനബി തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.